എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി ദേവിമല ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള മറ്റൊരു പൂജാരി ഗോമതിയെ കാണുമ്പം തന്നെ ആരിത് അമ്മയോ എന്ന് ചോദിക്കുക. അതെ, ദേവിമല ക്ഷേത്രത്തിൽ ഒന്നും കൂടി വരണമെന്ന് ഒരു ആഗ്രഹം തോന്നി. എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഈ സന്നിധിയിൽ നിന്നല്ലേ മാറിക്കിട്ടിയത്. അതുകൊണ്ട് അമ്മയെ കണ്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് കരുതി വന്നതാ എന്ന് പറയും. നന്നായി. അല്ല, സ്വാമിപ്പൂറ്റി ഇവിടെ ഇല്ലേ എന്ന് അപ്പോൾ ഗോമതി ചോദിക്കും കേട്ടോ. ഉണ്ടല്ലോ, അദ്ദേഹം മണ്ഡപത്തിൽ കാണും. മണ്ഡപോ? അതെവിടെയാ? അന്ന് ഇവിടെ വന്നപ്പോൾ സ്വാമിപ്പൂറ്റിയെ കണ്ടില്ലേ, അവിടെ അദ്ദേഹം സ്ഥിരം ഇരിക്കാറ് എന്ന് പറയാണ്. അതെയോ, ഞാൻ പോയി കണ്ടോളാം എന്ന് പറയാം. അപ്പം ആ പൂജാരി വീണ്ടും പറയും, ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വരണം, ദേവിമല അമ്മയെ അങ്ങനെ മറന്നു പോകരുത്. ഏയ്, ഒരിക്കലുമില്ല, ഇടയ്ക്കൊക്കെ വരാൻ പറ്റുമ്പോഴൊക്കെ ഈ ക്ഷേത്ര സന്നിധിയിൽ വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് സ്വാമിപ്പൂറ്റിയുടെ അടുത്തേക്ക് ഗോമതി ചെല്ലുവാണ്. അപ്പോൾ സ്വാമിപ്പൂറ്റിയെ കാണുമ്പം തന്നെ ഒരുപാട് സന്തോഷത്തോടെ നമസ്കാരം സ്വാമിപ്പൂറ്റി എന്നൊക്കെ പറയാം. ആരിത്? അന്ന് കണ്ടതിൽ പിന്നെ ഈ വഴിക്ക് കണ്ടേ ഇല്ലല്ലോ. അല്ല, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അമ്മ തന്നെയാകും ഗോമതിയെ ഈ വഴിക്ക് വിളിപ്പിച്ചത് എന്ന് പറയാം. ഗോമതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നതാണല്ലേ എന്ന് ചോദിക്കും. എന്താ സ്വാമിപ്പറ്റി? അഗ്നിപൂജ ശുഭകരമായിരുന്നു എന്ന് ഗോമതിയോട് കള്ളം പറഞ്ഞത് ഗോമതിയെ കബളിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല. ഞാൻ ചെയ്തത് ശരിയുമല്ല, എനിക്കറിയാം. എങ്കിലും ഗോമതിയുടെ അന്നത്തെ അവസ്ഥ അത്ര പരിതാപകരമായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഗോമതി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സ്വാമിപ്പറ്റി ഗോമതിയെ ശ്രദ്ധിക്കുക. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലേ? ഈ ലോകത്തൊന്നും അല്ലേ ഗോമതി എന്ന് ചോദിക്കുക. സത്യങ്ങളൊക്കെ ഇപ്പം ഗോമതിക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ പരിഹാരം തേടി അമ്മയുടെ സന്നിധിയിലേക്ക് വീണ്ടും ഗോമതി വന്നത് എന്ന് സ്വാമിപ്പറ്റി ചോദിക്കുക. സ്വാമി എന്താ ഈ പറയുന്നത്? എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ദേവി അനുവാദം തന്നിട്ടാ ഞാൻ പൂജ ചെയ്തത്. പക്ഷേ അശുഭമായിട്ടാ പൂജ അവസാനിച്ചത് എന്ന് പറയുക. അയ്യോ, എന്താ ഈ പറയുന്നേ സ്വാമിപ്പറ്റി? നമ്മളിനി എന്ത് ചെയ്യും എന്ന് ഗോമതി ചോദിക്കുക. ദോഷങ്ങൾ മാറ്റി തന്നതിന് ദേവിയെ കണ്ട് നന്ദി പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ഇങ്ങനെയൊന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോഴത്തേക്കും സ്വാമിപ്പറ്റി മനസ്സിൽ പറയും, ദേവി അബദ്ധമായല്ലോ, ഗോമതി സത്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ സത്യം അറിഞ്ഞെന്ന് കരുതിയാണല്ലോ എല്ലാം വിളിച്ചു പറഞ്ഞത്. സ്വാമിപ്പറ്റി അഗ്നിപൂജ ഫലം കണ്ടില്ലെങ്കിൽ അതിനർത്ഥം ഇപ്പോഴും എൻ്റെ കുടുംബത്തിൽ ആപത്തിൽ തന്നെ ആണെന്നല്ലേ? എൻ്റെ കുടുംബത്തിൽ എന്തോ വലിയൊരു ആപത്ത് വരാനുണ്ടെന്നല്ലേ? ആരൂഢത്തിൽ മൃത്യുപഞ്ചകര യോഗം കണ്ടതല്ലേ? ആ യോഗം ഇപ്പോഴും മാറിയിട്ടില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും അപമൃത്യു സംഭവിക്കുമെന്നല്ലേ സ്വാമിപ്പറ്റി ഇതിനൊക്കെ അർത്ഥം? അമ്മേ ദേവി, ഈ സ്ത്രീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നല്ലോ. എൻ്റെ നാവിൽ നിന്ന് ഇങ്ങനൊരു അബദ്ധം എങ്ങനെ വീണു? അമ്മ പറയിച്ചതാണോ ഇവരെ സത്യം അറിയിക്കാൻ? എൻ്റെ ഈശ്വര, എൻ്റെ വികട സരസ്വതി, മറ്റൊരാൾക്ക് ദുഃഖത്തിന് കാരണമായല്ലോ ദേവി, എന്നോട് ക്ഷമിക്കു ദേവി എന്നും പറഞ്ഞ് സ്വാമിപ്പറ്റി സങ്കടപ്പെടുവാണ്. ഈ കാര്യം ഞാൻ അറിയണമെന്ന് അമ്മ തീരുമാനിച്ചതാ. അതുകൊണ്ടാണ് സ്വാമിപ്പൂരിയുടെ നാവിൽ നിന്ന് സത്യങ്ങളൊക്കെ എന്നോട് പറയാനിടയായത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ കുടുംബത്തിൽ വന്നു ചേർന്ന ഈ ആപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്വാമിപ്പൂറ്റി തന്നെ ഞങ്ങളെ കരകയറ്റണം, കൈവിടരുത്. എനിക്ക് അപേക്ഷിക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല. അഗ്നിപൂജ ഒരിക്കൽ കൂടി നടത്തിയാലോ എന്ന് ഗോമതി സ്വാമിപ്പൂറ്റിയോട് ചോദിക്കുകയാണ്. എന്ത് വ്രതം വേണമെങ്കിലും ഞാൻ എടുക്കാം, എത്ര കഠിനമായ വ്രതം വേണമെങ്കിലും. പക്ഷേ എൻ്റെ കുടുംബത്തെ ദോഷത്തിൽ നിന്ന് മാറ്റണം സ്വാമിപ്പൂറ്റി. അങ്ങനെ ചെയ്യാൻ പാടില്ല ഗോമതി എന്ന് അപ്പം സ്വാമിപ്പൂറ്റി പറയാം. എന്ത്, ഇനി അഗ്നിപൂജ നടത്താൻ പാടില്ലെന്നാണോ അങ്ങ് പറയുന്നത്? അതെ, ഒരിക്കൽ അഗ്നിപൂജ നടത്തിയാൽ ആ പൂജയുടെ ഫലം അശുഭമാണെങ്കിൽ പിന്നീട് 41 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അടുത്ത അഗ്നിപൂജ നടത്താൻ അനുവാദമുള്ളൂ എന്ന് സ്വാമിപ്പൂറ്റി പറയുക. ഈശ്വര, ദേവിമല അമ്മേ, എന്നെ കൈവിടല്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ വിധി എന്ന് പറയാം. ഇനിയിപ്പം എന്താ സ്വാമിപ്പൂറ്റി ഒരു പരിഹാരം? എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കില്ലല്ലോ. എന്തായാലും 41 ദിവസം കഴിയട്ടെ. 41 ദിവസം കഴിഞ്ഞ് പ്രശ്നം നോക്കി ദേവി അനുവദിക്കുകയാണെങ്കിൽ പൂജ ഒരിക്കൽ കൂടി നമുക്ക് നടത്താം. അല്ലാതെ മറ്റൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയില്ല ഗോമതി എന്നും പറഞ്ഞ് സ്വാമിപ്പറ്റി അവിടെ അങ്ങോട്ട് മാറുവാണ് കേട്ടോ. അപ്പം ഗോമതിയാളെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈശ്വര, എൻ്റെ കുടുംബത്തെ കൈവിടയല്ലേ, എൻ്റെ കുടുംബത്തിൽ ഇനിയും ദോഷങ്ങൾ വിട്ടുമാറാതെ നിൽക്കുവാണല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഞങ്ങളെ പരീക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് ഗോമതി നെഞ്ചുരുക്കി ദേവിയുടെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാണ്. ദേവി കൈവിടല്ലേ, എൻ്റെ
ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ മിത്ര ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് അനു വന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം മിത്ര ചോദിക്കും, നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അനു എന്നിങ്ങനെ ചോദിക്കുക. അപ്പം തന്നെയാണ് സുകന്യയും ഒരുങ്ങി ഒരു ബാഗൊക്കെ ആയിട്ട് പുറത്തു പോകാനായിട്ട് വരുന്നത്. പിന്നെ ഇവളോട് ഞാൻ പറഞ്ഞതാ ഒരുങ്ങി നിൽക്കാനായിട്ട്, എന്നിട്ട് ഈ പെണ്ണെന്താ ഒരുങ്ങാതെ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് ഷോപ്പിങ്ങിന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു മിത്രേ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടേ. അത് പറഞ്ഞപ്പം ഈ അനുവും പറയുന്നതാ എന്നോട് ഞാനും കൂടി വരാമെന്ന്. അപ്പം ഇവരെന്താ ഈ പറയുന്നതെന്നുള്ള രീതിയിൽ അനു സുകന്യയുടെ മുഖത്തേക്ക് നോക്കുക. അപ്പം സുകന്യ പതിയെ കാണിക്കും, ഒരുങ്ങി വേഗം വാ, ആലോകം നിൽക്കുന്നുണ്ട് എന്നുള്ള രീതി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതെ സുഗിനി ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു എടുത്തി, ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി, എൻ്റെ ഫ്രണ്ടിന് അത്യാവശ്യമായിട്ട് ഞാനൊന്ന് മെസ്സേജ് അയക്കുമായിരുന്നു, ഇപ്പം തന്നെ ഒരുങ്ങി വരാം സുഗിനി ചേച്ചി എന്നും പറഞ്ഞ് അനുശ്രീ അകത്തേക്ക് കയറി പോവാ. അപ്പം പെട്ടെന്ന് സുഗിനിയാണെങ്കിൽ നമ്മുടെ മിത്രയുടെ അടുത്ത് വന്നിരിക്കും. അല്ല മിത്രയ്ക്ക് എന്തെങ്കിലും മേടിക്കണോ എന്ന് ചോദിക്കും. അയ്യോ വേണ്ട, എനിക്കൊന്നും മേടിക്കണ്ട. വേണ്ട ചേച്ചി. അല്ല നിങ്ങൾ പെട്ടെന്ന് വരുമല്ലോ? ഞങ്ങൾ മാക്സിമം 1 മണിക്കൂറിനകം തിരിച്ചു വരും. അല്ല അപ്പച്ചിയോട് പറഞ്ഞായിരുന്നോ നിങ്ങൾ എന്ന് ചോദിക്കും. ഇല്ല, ചേച്ചിയോടും മിത്രയോ തന്നെ അങ്ങ് വരുമ്പോൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ പെട്ടെന്ന് വരുമല്ലോ എന്ന് അപ്പം സുഗിനി പറയേ. പെട്ടെന്ന് തന്നെ ഒരുങ്ങി അനുശ്രീയും വരിക. എന്നാൽ പിന്നെ നമുക്ക് പോകാം അല്ലേ അനു എന്ന് ചോദിക്കുക. അപ്പം മിത്രേ ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുവാണേ. നമ്മുടെ മിത്രയാണെങ്കിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്നത് ബാക്കി എടുത്ത് പഠിക്കുകയും ചെയ്യും കേട്ടോ. ഇതേ സമയം നമ്മുടെ സുകന്യയും അനുശ്രീയും കൂടി നടന്ന് നേരെ പോകുന്നത് ആലോകിൻ്റെ അടുത്തേക്കാണ്. അതേസമയം അനുശ്രീയും അതുപോലെ നമ്മുടെ സുകന്യയും കൂടി കുറേ നേരമായിട്ട് നടക്കുക. അപ്പോൾ അനുശ്രീ ചോദിക്കും, ചേച്ചി നമ്മളിത് എങ്ങോട്ടാണ് നടന്നു പോകുന്നത്? ചേച്ചി ആരോ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ആരോ കാണണമെന്ന്, എനിക്ക് മനസ്സിലായില്ല. ആരെ കാണാനാ? നിനക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാരാ? ആ ആളെ തന്നെ നമ്മൾ കാണാൻ പോകുന്നത്. കാണാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെ നീ ആഗ്രഹിക്കുന്നില്ല ഒരാളോട്? ചേച്ചി എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ചേച്ചി ആരുടെ കാര്യമാണ് ഈ പറയുന്നേ? ഇപ്പോഴും നിനക്ക് ആളെ മനസ്സിലായില്ല? ഇല്ലെന്നേ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. ശരിക്കും നിനക്ക് മനസ്സിലായില്ല? വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല ചേച്ചി വിളിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്നാലേ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അയാൾക്ക് ഒരേ ഒരു ആഗ്രഹം, നിന്നെ കാണണം, നിന്നോട് സംസാരിക്കണം. അപ്പം ഞാനാ പറഞ്ഞത് നിന്നെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാമെന്ന്. എന്താ ചേച്ചി പറയുന്നത്? ആരാ ആള്? എനിക്കറിയാവുന്ന ആൾ ആരെങ്കിലും ആണോ? ദേ നീ അങ്ങോട്ട് നോക്കിക്കേ, നീ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച ആളാ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആലോകിനെ ചൂണ്ടിക്കാണിക്കുകയാണേ. ഇതേ സമയം ആലോകനെ കാണുമ്പം നമ്മുടെ അനുശ്രീക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ടേ. പക്ഷേ അനുശ്രീ അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ, ആലോകനെ കാണാനാണോ ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുക. ഞങ്ങൾ തമ്മിൽ വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അതിന് ചേച്ചി എന്തിനാ എന്നെ ഇവൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് ചോദിക്കുക. അതെയോ, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ആലോകിനും അങ്ങനെയാണോ എന്ന് അപ്പോൾ ആലോകനോട് ചോദിക്കും. അല്ല ചേച്ചി, ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്, ഇവള് പേടിച്ചിട്ടാ സത്യം പറയാത്തത് എന്ന് പറയാം. ഓഹോ, ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ 2 പേരുടെ ഭാഗത്തു നിന്നും ഇഫേർട്ട് എടുക്കണം, അല്ലാതെ ഒരാൾ പേടിച്ച് മാറി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് അനുശ്രീയോട് പറയും. അപ്പം ആലോക ഈ ബന്ധത്തിൽ സീരിയസ് ആണെന്നല്ലേ പറഞ്ഞു വരുന്നത്? അതെ ചേച്ചി, ഒരുപാട് സീരിയസാ. എൻ്റെ ജീവിതത്തിലുടനീളം അനുശ്രീ എൻ്റെ കൂടെ വേണമെന്ന എൻ്റെ ആഗ്രഹം. ഇവളെ ഞാൻ അത്രക്കേറെ സ്നേഹിക്കുന്നുണ്ട്. ഇവളില്ലാത്തൊരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പം ആലോക ഈ ബന്ധത്തിൽ ഒരുപാട് സീരിയസ് ആണെന്നർത്ഥം. ഇനി അനുശ്രീയുടെ കാര്യം എങ്ങനെയാ? അനുശ്രീക്ക് ഇത് വെറുതെ ആണോ, ചുമ്മാ ഒരു നേരം പോക്ക് മാത്രമാണോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും അനു മിണ്ടാതെ നിൽക്കും. എന്താ അനുവിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അതായത് അനുശ്രീക്ക് ഈ ബന്ധം ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണോ ആഗ്രഹമെന്ന്, നീ ഇതിൽ സീരിയസ് ആണോ എന്ന്. അപ്പം അനു പറയും, എനിക്കും ആലോകില്ലാതെ ജീവിക്കാൻ പറ്റില്ല ചേച്ചി. ഞാൻ ചേച്ചിയോട് ആദ്യം കള്ളം പറഞ്ഞതാ, ഇവനോട് എനിക്ക് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. കാരണം പേടിച്ചിട്ടാ ചേച്ചി. വീട്ടിൽ ഇത് ആരോടെങ്കിലും പറയുമെന്ന് പേടിച്ച്. ചേച്ചി ദയവ് ചെയ്ത് ആരോടും ഒരു സത്യങ്ങളും പറയരുതേ, വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടി കൊല്ലും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആലോകിനെ ഇഷ്ടമാണെന്ന് പറയുന്ന കേൾക്കുമ്പം ആലോകിന് ഒത്തിരി സന്തോഷമാവുക. ആലോകില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചേച്ചി. ആലോകിനെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മനസ്സ് നിറച്ചു ആലോക എന്നെയും എന്ന് അപ്പം നമ്മുടെ അനുശ്രീ പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും സുഗനി പറയും, അതൊക്കെ വെറും അഭിനയമല്ലേ. പക്ഷേ ചേച്ചി, പിന്നെന്താ ഒരു പക്ഷേ? ഇക്കാര്യം വീട്ടിലറിഞ്ഞ അവിടെ ആരെങ്കിലും എന്നോടിത് ചോദിച്ചാൽ ചേച്ചിയോട് ഇപ്പം പറഞ്ഞ പോലെ അച്ഛൻ്റെയോ അമ്മയോടെയോ ഏട്ടന്മാരുടെയോ ഏടത്തിമാരുടെയോ മുൻമുഖത്ത് നോക്കി ഞങ്ങളുടെ കാര്യം തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല ചേച്ചി. അവരെ ധിക്കരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഇതാ നിൻ്റെ പ്രശ്നം എൻ്റെ അനു. നിനക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ ആ ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യം നിനക്കില്ല എന്ന് ആലോക് പറയും. ആലോക് പ്ലീസ്, നീ അനുവിനെ ഒന്ന് മനസ്സിലാക്കുക. പെൺകുട്ടികൾ ഇങ്ങനെയാ. ആൺകുട്ടികൾക്കുള്ള അത്ര ധൈര്യമൊന്നും പെൺകുട്ടികൾക്ക് ഉണ്ടാവില്ല ഇക്കാര്യത്തിൽ. ചേച്ചി, അനു ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും കല്യാണത്തിലേക്ക് എത്തില്ല. അതുകൊണ്ട് ഞാനിതിങ്ങനെയൊക്കെ പറയുന്നത്.
അനു, ആലോക് ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. നീ ധിക്കരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ടതായി വരും. നിനക്ക് ആലോകിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ കുറച്ചും കൂടി ധൈര്യം കാണിച്ചേ പറ്റൂ. ചേച്ചി, എനിക്ക് പേടിയാ, എനിക്ക് എല്ലാവരെയും പേടിയാ. നീ ആരും എൻ്റെ അനു ഈ പേടിക്കുന്നേ എന്ന് ആലോക് ചോദിക്കുക. ആലോക് പ്ലീസ്, നീ ഇവളെ ഇങ്ങനെ ടെൻഷനാക്കാതെ. ഇവളൊരു പാവം പെണ്ണാ. നിന്നോട് ഇവൾക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛനെയും ഗോമതി ചേച്ചിയെയും ഏട്ടന്മാരെയും ഒക്കെ വിഷമിപ്പിച്ചുകൊണ്ട് നിൻ്റെ ഒപ്പം വരാൻ അവൾക്ക് കഴിയില്ല. അതല്ലേ നീ പറഞ്ഞു വരുന്നത് അനു എന്ന് ചോദിക്കുക. അപ്പം പിന്നെ ഈ ബന്ധം അവസാനിപ്പിക്കണം ചേച്ചി, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതിനുവേണ്ടിയാണോ ചേച്ചി അനുവിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ എഴുതാപ്പുറം ഇങ്ങനെ വായിക്കുന്നേ എന്ന് ചോദിക്കുക. ചേച്ചി, ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ മനസ്സ് ആലോകം മനസ്സിലാക്കുന്നില്ല ചേച്ചി. എനിക്ക് എല്ലാവരോടും ഇഷ്ടമുണ്ട്, എല്ലാവരോടും സ്നേഹവും ഉണ്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് അറിയാലോ. അവരെയൊക്കെ ധിക്കരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അവരെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയത്തുമില്ല എന്ന് നമ്മുടെ അനുശ്രീ പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആലോകിനെ വേദനിപ്പിക്കാനും എനിക്ക് കഴിയില്ല. ആലോകും എൻ്റെ ജീവിതത്തിൽ വേണം. അപ്പോഴത്തേക്കും സുകന്യ പറയും, നോക്കാലോകെ, അനുവിൻ്റെ ധർമ്മസങ്കടം നീ മനസ്സിലാക്കണം എന്ന് ആലോകിനോട് പറയൂ കേട്ടോ. കണ്ടോ, അനുവിന് എല്ലാവരോടും സ്നേഹം തന്നെയാണ്. അവൾക്ക് ആരും ധിക്കരിക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ലാതെ നിന്നെ വേണ്ടെന്ന് വെച്ചിട്ടൊന്നും അല്ല എന്ന് പറയുകയാണേ. അപ്പോൾ അനുശ്രീ ഇതിങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ. അപ്പം അനുശ്രീ ചിന്തിക്കുന്ന കാണുമ്പം ആലോക സുകന്യയും കൂടി പരസ്പരം നോക്കുക. അപ്പം സുകന്യ ആലോകനോട് പറയും, നീ അവളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുക, അവളുടെ മനസ്സ് മാറും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം ആലോക് പറയും, ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പം അനു പറഞ്ഞല്ലോ അനുവിനെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ അനുവിന് കഴിയില്ല എന്ന്. അനു അങ്ങനെ പറഞ്ഞു, അതിനിപ്പോൾ എന്താ? ഞാനൊരു പഴയ കഥ പറയാൻ ചേച്ചി. ഇപ്പം ബാലനങ്ങളും അപ്പച്ചിയും അനുവിനെ സ്നേഹിക്കുന്ന പോലെ അപ്പച്ചിയെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും വെല്ലിച്ചനും ഒക്കെ ഒരുപാട് സ്നേഹിച്ചതാ. കൃഷ്ണമംഗലത്തെ ഒരേ ഒരു പെൺതരിയായിരുന്നല്ലോ അപ്പച്ചി. അവരുടെ പെങ്ങളെ അവർ തലയിലെടുത്തോണ്ടാണ് നടന്നിരുന്നത്. പക്ഷേ ആ സ്നേഹമൊന്നും ബാലനങ്ങളുടെ കൂടെ പോകാനായിട്ട് അപ്പച്ചിക്ക് തടസ്സമായിരുന്നില്ല. ആയിരുന്നോ? അപ്പച്ചി എല്ലാം ഉപേക്ഷിച്ച് ബാലനങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോയില്ലേ? ആ നിമിഷം സ്വന്തം കുടുംബത്തെ പറ്റി അപ്പച്ചി ചിന്തിച്ചോ? ഇല്ലല്ലോ. പക്ഷേ ഇവൾക്ക് സ്നേഹത്തെക്കാൾ വലുത് ഇവളുടെ കുടുംബം തന്നെയാണ് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അനുശ്രീ തല കുനിച്ച് നിൽക്കുകയാണേ. കാരണം അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെ കഥ അങ്ങനെയാണല്ലോ. അപ്പച്ചി ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് കൃഷ്ണമംഗലം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൃഷ്ണമംഗലം കുടുംബത്തെ തന്നെ തകർത്ത് കളഞ്ഞു എന്ന് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞറിയാം. പക്ഷേ അപ്പച്ചിക്ക് ബാലനങ്ങളിനോടുള്ള പ്രണയം 100% സത്യമായിരുന്നു. അതുകൊണ്ട് അവരൊരുമിച്ച് ജീവിച്ചു, ഒരു കുടുംബമായിട്ട് ഇപ്പോഴും മുന്നോട്ട് ജീവിക്കുന്നു. ഇപ്പോഴും ഗോമതി ചേച്ചിക്ക് ബാലനങ്ങൾ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് ആരും ഉള്ളൂ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സുകന്യ പറയും, അത് ആലോക് പറഞ്ഞത് സത്യമാണ് അനു, ഇപ്പം അവൻ പറഞ്ഞത് കാര്യമാണ്. ഗോമതി ചേച്ചിക്കും ബാലേട്ടനും എന്തെങ്കിലും ഒരു കുറവുണ്ടോ? അവർ സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത്. എത്ര കാര്യമായിട്ടാണ് ഗോമതി ചേച്ചിയെ ബാലേട്ടൻ നോക്കുന്നത്. കൃഷ്ണമംഗലത്തുകാരെ വിട്ട് വരാൻ തയ്യാറല്ലായിരുന്നെന്ന് ഗോമതി ചേച്ചി അന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ചേച്ചിയുടെ അവസ്ഥ ഇപ്പോൾ എന്താകുമായിരുന്നു? കൃഷ്ണമംഗലത്തുള്ള ഇവർ കണ്ടെത്തുന്ന ആരെങ്കിലും കല്യാണം കഴിച്ച് സ്നേഹിച്ച ആളെ മറന്ന് ഇഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നേനെ. എന്താനു നിനക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ലേ? ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവണമെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുത്താൽ മാത്രം പോരാ, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയും വേണം എന്ന് ആലോക് അനുശ്രീക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുശ്രീ പറയും, എഫേർട്ടൊക്കെ എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റും, പക്ഷേ എനിക്ക് എൻ്റെ വീട്ടുകാരെ ധിക്കരിക്കാനുള്ള ധൈര്യമില്ല ആലോകെ. എനിക്കെല്ലാം നീ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. നീയും സുകന്യ ചേച്ചിയും ഒക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെന്നും എനിക്കറിയാം. പക്ഷേ അനുമോളെ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് അപ്പം സുകന്യ ചോദിക്കുക. നീ തന്നെ നോക്ക്, നിന്റെ മീനു ചേച്ചിയും ആകാശും പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്? അവർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ ആര്യനും മിത്രയും അവരുടെ കല്യാണമേ എങ്ങനെ നടന്നത്? അവരും സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുക. ജീവിതം നിന്റെയാ, മറ്റുള്ളവർക്ക് വേദനിക്കുമെന്ന് കരുതി പ്രിയപ്പെട്ടത് ഓരോന്ന് നീ വിട്ടുകളഞ്ഞാലേ ജീവിതകാലം മുഴുവൻ നിനക്ക് വേദനിക്കേണ്ടി വരും. ഇപ്പം കുറച്ച് വേദനിച്ചാലും നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം തന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് അനുശ്രീക്ക് സുകന്യ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അനുശ്രീയുടെ മനസ്സ് മാറുക. എല്ലാവരുടെ ഉദാഹരണങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴേ അപ്പോൾ അനുശ്രീ സുകന്യയോട് ചോദിക്കും, ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അത് അവളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ആലോക് സുകന്യയും ഇത്രയ്ക്കും കഥകളൊക്കെ അവളുടെ മുന്നിൽ കിടന്ന്
എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പം സുകന്യാണെങ്കിൽ ആലോകിനെ കണ്ണ് കാണിക്കുക, നമ്മുടെ വഴിക്ക് വന്നത് കണ്ടോ എന്നുള്ള രീതിയിൽ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുക, നിങ്ങളെ ശല്യപ്പെടുത്താതെ ഞാനങ്ങ് മാറി നിൽക്കാം, നിങ്ങളെ ശല്യപ്പെടുത്താൻ വേറെ ആരോട്ട് ഇവിടെ വരാനും പോകുന്നില്ല. അനു, നമ്മുടെ കാര്യത്തിൽ സുകന്യ ചേച്ചി കട്ടയ്ക്ക് കൂടെ നിൽക്കും, ചേച്ചി അത് വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് ആലോക് അനുവിനോട് പറയുവാണേ. ആലോകുമായിട്ട് നിനക്ക് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് നീ എന്നോട് പറഞ്ഞുവെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി നിനക്ക് സപ്പോർട്ടായിട്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കണമെന്ന്. താങ്ക് യു ചേച്ചി, ചേച്ചിയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നിൻ്റെ ദേവി എടുത്തിയോ മീനു ചേച്ചിയോ മിത്രയോ അവരാരെങ്കിലും ഇത് അറിഞ്ഞിരുന്നെങ്കിലേ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ എന്ന് പറയുക. അത് എനിക്കറിയാം ചേച്ചി, അവരാരും എൻ്റെ ഇഷ്ടത്തിനെ സപ്പോർട്ട് ചെയ്യത്തില്ല ഒരിക്കലും. വേണ്ട, അവരാരും സപ്പോർട്ട് ചെയ്യണ്ട, ഈ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നിൻ്റെ ഒപ്പം തന്നെയുണ്ട്, നിനക്ക് വേണ്ടി എന്ത് ഇഫക്റ്റ് എടുക്കാനും ഞാൻ തയ്യാറാ. നിങ്ങളുടെ കല്യാണം നമ്മൾ എങ്ങനെയെങ്കിലും നടത്തും. ചേച്ചി ശരിക്കും എൻ്റെ കൂടെ തന്നെ നിൽക്കുമോ മോളെ? ഉറപ്പായിട്ടും ആലോക നിൻ്റെ കഴുത്തിൽ താലി കെട്ടും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. സുകന്യ ചേച്ചിയാ അനുശ്രീ പറയുന്നത്. ചേച്ചി അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്യും. ചേച്ചിയുടെ ഭാഗത്തു നിന്ന് എത്ര വലിയ എഫർട്ട് എടുക്കാനും ചേച്ചി തയ്യാറാ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും. അതുപോരെ മോക്ക് ഈ ഉറപ്പ് പോരെ? മോളുടെ ഏടത്തിമാർ ആരും തരാത്ത ഉറപ്പായി ഞാൻ തരാൻ പോകുന്നത്. ചേച്ചി ഒരു സപ്പോർട്ട് തരുമ്പം എനിക്ക് ഒരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. ആ പഴയ പേടിയൊക്കെ മനസ്സിൽ നിന്നങ്ങ് പോയതുപോലെ. ചേച്ചി എൻ്റെ കൂടെ തന്നെ നിൽക്കണം. എനിക്ക് എൻ്റെ ആലോകിനെ ആർക്കു വേണ്ടി നഷ്ടപ്പെടുത്താൻ കഴിയില്ല ചേച്ചി. അവൻ തന്നെയാണ് എനിക്ക് ആരിലും വലുത് എന്ന് പറയുകയാണേ. അപ്പോൾ ആലോകിന് ഒരുപാട് സന്തോഷമാവുക. എന്തിനാ പേടിക്കുന്നേ? ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ തന്നെ, കട്ടയ്ക്കുണ്ടല്ലോ ഞാൻ. നീ ധൈര്യമായിട്ടിരിക്കുക. നിന്നെ ആലോകിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇപ്പം സംസാരിക്കാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ഇടയിലെ ഒരു കട്ടുറുമ്പാവുന്നില്ല. ഞാനങ്ങ് മാറി നിൽക്കാം. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് സംസാരിച്ചോ. ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. എങ്ങനെ നിങ്ങളുടെ കല്യാണം നടത്തണം എന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ തന്നെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തുക. എന്നിട്ട് അതൊക്കെ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ ചെയ്തു തരേണ്ട സഹായങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ ഞാൻ ചെയ്തു തരും. എങ്കിൽ പിന്നെ ഞാനങ്ങ് മാറി നിൽക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചോ. പിന്നെ എടാ ആലോകെ, ഓരോത് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ നീ വിഷമിപ്പിക്കരുത് കേട്ടോ. എൻ്റെ കുഞ്ഞനീത്തി അവള് എന്ന് പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് പോവാട്ടോ. സുകന്യ ചേച്ചി മാറി തന്നു, നമുക്ക് സംസാരിക്കാൻ. എടോ, താനിപ്പോൾ ഹാപ്പി ആയോ എന്ന് ആലോക ചോദിക്കുക. ഇപ്പം എനിക്കൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. സത്യം പറയാലോ, സുകന്യ ചേച്ചിക്ക് ഇത്രയും നല്ല മൈൻഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് അനുശ്രീ ആലോകിനോട് പറയുക. ചേച്ചി ഞാനും തെറ്റിദ്ധരിച്ചു. പാവം, ചേച്ചി ഇത്ര നല്ലവളായിരുന്നു അല്ലേ? എടോ, തൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പം മാറിയില്ലേ? സുകന്യ ചേച്ചി നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാമെന്നല്ലേ പറഞ്ഞത്? നമ്മുടെ കല്യാണം നടത്താൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ സുകന്യ ചേച്ചി നമുക്ക് വേണ്ടി ചെയ്തു തരും. ആ ഉറപ്പ് എനിക്ക് സുകന്യ ചേച്ചി തന്നിട്ടുണ്ട്. ഇപ്പം തനിക്കും തന്നില്ലേ? അതാ എൻ്റെ വിശ്വാസം. ഇപ്പം എനിക്കൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് ആലോക എന്ന് ആലോകിനോട് അനുശ്രീ പറയണം കേട്ടോ. സുകന്യ തൻ്റെ നല്ലതിനു വേണ്ടിയാണ് ഈ പ്രവർത്തിക്കുന്നത്. തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഏടത്തിമാർ പോലും തൻ്റെ ഒപ്പം നിൽക്കില്ലാത്തൊരു കാര്യത്തിന് ഇത്ര റിസ്ക് എടുത്ത് ചേച്ചി എൻ്റെ കൂടെ നിൽക്കുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ടാ എന്നൊക്കെ നമ്മുടെ അനുശ്രീ മനസ്സിൽ കരുതുവാണ് കേട്ടോ. ഇതേ സമയം ദേവമംഗലത്തേക്ക് അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഗോമതി ആകെ ടെൻഷൻ അടിച്ച് കയറി വരുന്ന കാണുമ്പോൾ മിത്ര അടുത്തേക്ക് ചെല്ലുക. അപ്പച്ചി എന്താ ലേറ്റായേ എന്ന് ചോദിക്കുക. നീ എന്താ ചോദിച്ചേ? അപ്പച്ചി ക്ഷേത്രത്തിൽ തിരക്കുണ്ടായിരുന്നോ? നീ കുടിക്കാൻ ഇച്ചിരി വെള്ളം ഇങ്ങെടുത്ത് തരാമോ എന്ന് ചോദിക്കുക. ഞാനിപ്പോൾ കൊണ്ടുവരാം എന്നും പറഞ്ഞ് മിത്ര അകത്തേക്ക് കയറി പോവുകയാണേ അടുക്കളയിലേക്ക്. അപ്പം ഗോമതി ആണെങ്കിൽ ഹാളിൽ കയറി ഇരിക്കുക. എന്നിട്ട് സ്വാമി പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയാണ്. അഗ്നിപൂജയ്ക്ക് ഫലം കണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ദേവി അനുവാദം തന്നിട്ട് ഞാൻ പൂജ തുടങ്ങിയത്, പക്ഷേ അശുഭമായിട്ട് പൂജ അവസാനിച്ചത് എന്ന വാക്കുകൾ വീണ്ടും വീണ്ടും ഗോമതിയുടെ ചെവിയിൽ മുഴുങ്ങി കേട്ടുകൊണ്ടിരിക്കുവാണേ. അപ്പം തലയ്ക്ക് കൈയും കൊടുത്ത് ഗോമതി ഇരിക്കുന്ന കാണുമ്പോൾ മിത്ര വെള്ളം ആയിട്ട് അടുത്തേക്ക് ചെല്ലുക. ദാ അപ്പച്ചി ഇത് കുടിക്കുക. അപ്പച്ചിക്ക് ആകെ എന്താ ഒരു ക്ഷീണം പോലെ, എന്താ പറ്റിയേ എന്ന് ചോദിക്കുക. അപ്പം ഗോമതി വെള്ളം കുടിക്കുവാണ് കേട്ടോ. പക്ഷെ ഗോമതിക്ക് ഒരു സമാധാനവും തോന്നുന്നില്ല. എന്താ അപ്പച്ചി എന്താ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒന്നും അപ്പച്ചി കേൾക്കുന്നില്ലേ? എന്താ നീ ചോദിച്ചേ? അതെ, എന്താ അപ്പച്ചിക്ക് പറ്റിയത്? അപ്പച്ചിയുടെ മുഖത്ത് എന്താ ആകെ ടെൻഷൻ പോലെ? ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ, ഇവിടുന്ന് അമ്പലത്തിലേക്ക് പോയ ആളല്ലല്ലോ തിരിച്ചു വന്നത്. അതാ ഞാൻ ചോദിച്ചത്. എന്തോ ഒരു കാര്യമുണ്ട്, മറച്ചു വെക്കാതെ കാര്യം പറ.
ക്ഷേത്രത്തിലേക്ക് പോകാൻ തോന്നിച്ചില്ലേ, അത് ദേവിയായിട്ട് തോന്നിപ്പിച്ചതാ. അല്ലെങ്കിൽ സത്യങ്ങളൊന്നും ഞാൻ അറിയില്ലായിരുന്നു. ഞാനിതെല്ലാം അറിയാതെ സന്തോഷത്തോടെ ഇവിടെ ഇരുന്നേനെ. അപ്പച്ചി എന്തറിഞ്ഞു എന്നേ ഈ പറയുന്നേ? അത് അഗ്നിപൂജ വിജയം ആയിരുന്നു, എല്ലാ ദോഷങ്ങളും മാറി എന്നൊക്കെയല്ലേ നമ്മൾ കരുതിയിരുന്നത്. ആ അതെ, അങ്ങനെയല്ലേ ആ സ്വാമി പറ്റി പറഞ്ഞത്. പക്ഷെ അങ്ങനൊന്നും അല്ല, അഗ്നിപൂജ വിജയം കണ്ടില്ല. അങ്ങനെയല്ലേ? എന്തൊക്കെയാ ഈ പറയുന്നേ അപ്പച്ചി? എനിക്ക് തെളിച്ചു പറ, സത്യം മോളെ. അഗ്നിപൂജ വിജയം കണ്ടില്ല. അഗ്നിപൂജ അവസാനിക്കുമ്പം കാണുന്ന ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് പൂജയുടെ ഫലം പറയുന്നത്. അതിനെന്താ ഉണ്ടായത്? അന്ന് കണ്ട ലക്ഷണങ്ങളൊന്നും ശുഭകരമായിരുന്നില്ല എന്ന് അപ്പച്ചോടെ ഇത് ആരാ പറഞ്ഞത്? ആ സ്വാമി പോറ്റിയാ പറഞ്ഞത്. അയാൾ എന്തിനാ ഇപ്പം മാറ്റി പറയുന്നേ? പൂജ ഐശ്വര്യമായിട്ടാണ് നടന്നതെന്ന്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഈ സ്വാമിപ്പോറ്റി തന്നെയല്ലേ അന്ന് പറഞ്ഞത്. നമ്മളാരും വിഷമിപ്പിക്കാതിരിക്കാനാ സ്വാമിപ്പോറ്റി അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അപ്പം ഇതൊക്കെ വിശ്വസിച്ചോ? പക്ഷേ പൂജയ്ക്ക് ശേഷമുള്ള ലക്ഷണങ്ങളൊന്നും ശുഭകരമായിരുന്നില്ല എന്ന് പറയാം. നമ്മുടെ കുടുംബത്തിൽ എന്തോ ആപത്തുകളൊക്കെ സംഭവിക്കാൻ പോവുക മോളെ, എന്തോ ദുരന്തങ്ങൾ ഇവിടെ വരാനുണ്ട്, അത് സ്വാമിപ്പോറ്റി ഇന്ന് എന്നോട് പറഞ്ഞത് എന്ന് പറയണേ. അപ്പം മിത്രയ്ക്ക് ഇതിലൊന്നും വിശ്വാസം വരുന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.